എല്ലാവർക്കും നമസ്കാരം. ഈ പെരും ചൂടല്ലേ, ചൂട് കൊണ്ട് പിന്നെ ആൾക്കാർ ഓരോ സ്ഥലത്ത് എത്ര പേരാണ് മരിക്കുന്നത്. ഈ ചൂടിലും നമ്മുടെ ഈ ചെത്തികളൊക്കെ, ചെത്തിന്നല്ലേ ഇതിനെ നിങ്ങളെല്ലാവരും പറയണ കൂട്ടുകാർ, ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര അധികം പച്ചപ്പോടെ നിൽക്കുന്നതെന്നോ? വെള്ളം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ നല്ലോണം ചവറുകളൊക്കെ ഇട്ടിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു പോയാലും ഇതിന് വാട്ടം തട്ടൂല. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ഇതിനെ ഇത്രയധികം ഹെൽത്തിയോടെ വളർത്തുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെടികളൊക്കെ സൂക്ഷിക്കുന്നത്, എന്നാലും എനിക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഈ ചെത്തി എനിക്ക് 4 തരം ചെത്തിയാണുള്ളത് കേട്ടോ ഇവിടെ. അപ്പോൾ ആ 4എണ്ണത്തിലും ഇപ്പോൾ നിറയെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ വളം മാത്രം പോരാ, നല്ല നനവും വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പോൾ നിങ്ങളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചെടികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ ചൂടത്തും ഇങ്ങനെ പച്ച കളറുകൾ കാണുന്നത് ഭയങ്കര സന്തോഷമല്ലേ. എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു മഴ പോലും പെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, നല്ല മഴയൊക്കെ കിട്ടി എല്ലാവർക്കും ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ തീരുവാണ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.